പാമ്പൻ പാലം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വലിയ ചരിത്രമായി തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ പാമ്പൻ പാലം പുതിയതായി വരുന്ന റെയിൽവേ പാലം നമ്മളെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആ പാലത്തിൻ്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ പരീക്ഷണം വിജയകരമാണ്. കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി പരീക്ഷണം നടക്കുക. ഇതാണ് ദൃശ്യങ്ങൾ. കെ വി ശ്രീധരനുണ്ട് ബംഗളൂരുവിൽ നിന്ന് നമ്മളോട് വിവരങ്ങൾ പറയും. ശ്രീധര, പാമ്പൻ പാലം അത് പൂർത്തിയാകുന്നതോടെ, അതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതോടെ ആ പഴയ നിലയിലേക്ക് അല്ലേ ട്രെയിനുകളൊക്കെ പോയിരുന്ന കാലത്തേക്ക് വരും. എനിക്ക് തോന്നുന്നു വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവാകും. ഇത് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ? ദിവസേന അധികം കാത്തിരിക്കേണ്ടി വരില്ല. വൈകാതെ തന്നെ വീണ്ടും ഈ സമുദ്രം കടന്ന് രാമേശ്വരം ദ്വീപിലേക്ക് ട്രെയിനുകൾ ചൂളം വിളിച്ചെത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി ഒരു 10 ദിവസത്തെ കൂടി ട്രയൽ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റാണ്, പാലത്തിൽ ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റാണ് ഇപ്പോൾ ഈ പുതിയ പാമ്പൻ പാലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പരീക്ഷണത്തിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുൻപത്തെ പാലത്തിൽ ചില തകരാറുകൾ കണ്ടെത്തിനെ തുടർന്ന് നിലവിൽ മണ്ഡപം എന്ന് പറയുന്ന ദ്വീപിന് പുറത്തെ, അതായത് കരഭാഗത്ത് ഉള്ള ആ ഭാഗത്താണ്, അവിടെ വരെയാണ് റെയിൽവേ സൗകര്യമുള്ളത്. ഇനിയിപ്പോൾ അത് കടൽ കടന്ന്, നമുക്കറിയാം രാമേശ്വരത്ത് പോയുള്ളവർക്കറിയാം, കടൽ കടന്ന് വേണം രാമേശ്വരം ദ്വീപിലേക്ക് എത്തണമെങ്കിൽ ആ സംവിധാനത്തിലേക്ക് അവിടേക്ക് റെയിൽവേ വീണ്ടും ട്രെയിൻ ഗതാഗതം വീണ്ടും എത്തുന്നു. എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് പാമ്പൻ പാലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1964 ചുഴലിക്കാറ്റിലും മറ്റുമാണ് ആ പാലം പൂർണ്ണമായും തകർന്നു പോയത്. അതിനുശേഷം നമ്മുടെ തന്നെ നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് അത് വീണ്ടും അവിടെ അത് നിർമ്മിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. നിലവിലേതായാലും ആ പാലത്തിന് ചെറിയ തകരാറുകൾ കണ്ടെത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പുതിയ പാലവും അതിന് ഈ ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഒക്കെ പോകുന്നതിന് വേണ്ടി എത്രയും വേഗത്തിലല്ലേ ആളുകൾക്ക് അങ്ങോട്ട് റെയിൽ മാർഗമുള്ള യാത്ര കൂടി സാധ്യമാകട്ടെ. അത് വലിയ നല്ല മനോഹരമായ കാഴ്ചയും എന്തായാലും ചെല്ലുന്നവർക്ക് സമ്മാനിക്കുകയും ചെയ്യും. ശരി ശ്രീധര.